2.5 പതിറ്റാണ്ടായി ഇടുക്കിക്കൊപ്പം ചേർത്തുവെച്ച പേരാണ് റോഷി അഗസ്റ്റിൻ്റേത്. ഇത്തവണ ആ പേര് വെട്ടുമോ? കച്ചകെട്ടി കോൺഗ്രസ് കളത്തിലിറങ്ങിയിട്ടുണ്ട്. വികസനവും ഭൂപ്രശ്നങ്ങളും മാത്രമല്ല, ചിഹ്നം കൂടി ഈ തിരഞ്ഞെടുപ്പിൽ ഘടകമാകുന്നു. വോട്ടർമാരെ പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന ആത്മബന്ധം റോഷി അഗസ്റ്റിന് ഇടുക്കിയുമായുണ്ട്. 2021 ഇതാണ് റോഷിയെ തുണച്ചതും. കോൺഗ്രസ് പ്രവർത്തകർ പോലും റോഷിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി. ഇവിടെയാണ് ചിഹ്നം പ്രധാന ഘടകമാകുന്നത്. അടിയുറച്ച കോൺഗ്രസ് അനുഭാവികളുള്ള മണ്ഡലത്തിൽ 39 വർഷത്തിനു ശേഷം പാർട്ടി ചിഹ്നത്തിൽ ജില്ലയിലെ മുതിർന്ന നേതാവ് മത്സരിക്കാനെത്തുമ്പോൾ കൈപ്പത്തി വൈകാരിക തലം സൃഷ്ടിക്കും. UDF-ലായിരുന്നല്ലോ 2 അതിൻ്റെ തലേ പ്രാവശ്യം പോലും. അപ്പോൾ 2 ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, UDF തന്നെയാണെന്നൊക്കെ പാവപ്പെട്ട ആളുകൾ കുറച്ച് തെറ്റിദ്ധരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പോരാട്ടമാക്കി മാറ്റാൻ ഒരു പക്ഷേ അന്നത് കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പോഴത്തെ കാര്യത്തിൽ പഴയതുമായിട്ട് താരതമ്യം ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ഇടുക്കിയിലെ ജനങ്ങൾ ഈ കാര്യത്തിൽ ഇപ്പോൾ തന്നെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നാണ് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് എനിക്ക് കിട്ടുന്ന കാര്യങ്ങൾ. കർഷകരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ, പട്ടയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ, ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ, ആ വിഷയങ്ങൾക്കൊന്നും പരിഹാരമുണ്ടാക്കാതെ ഗവൺമെൻറ്റിന് പിന്തുണ നൽകുന്ന ഇവിടുത്തെ MLA-യുടെ നിലപാടിനെതിരെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും പ്രതിഷേധത്തിലാണ്. അത്രമാത്രം വലിയൊരു UDF അനുകൂല ജനവിധി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലുണ്ടായി. ആ വികാരം അതേപടി നിൽക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു. 10ൽ 10 കോൺഗ്രസ്, 16,500 വോട്ടിന്റെ ഭൂരിപക്ഷം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡീൻ കുര്യാക്കോസിന് 15,595 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ച മണ്ഡലം കൂടിയാണ് ഇടുക്കി. മന്ത്രിയായിരുന്നതുകൊണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് മണ്ഡലത്തിൽ സജീവമല്ലാതിരുന്നത് റോഷിക്ക് തിരിച്ചടിയാണ്. 93 പുതിയ സ്പെഷ്യൽ റൂൾ അനുസരിച്ച് ഇവിടെ 22,855 ഹെക്ടർ ഭൂമിക്ക് കേന്ദ്ര അനുമതി മേടിച്ച് പട്ടയം കൊടുക്കാൻ കാരണമായത് കെ മാണിയാണെന്നുള്ളത് മറക്കാൻ ഇടുക്കിയിലെ ജനങ്ങൾക്ക് പറ്റുമോ? അദ്ദേഹത്തിൻ്റെ ഹൃദയമിടിപ്പല്ലേ 2 ആ 2 ഞാൻ മത്സരിക്കുന്നത്. അത് പരിചയമില്ലാത്ത ആരുമില്ല. ഞാൻ വന്നതിന് ശേഷം ജനിച്ച കുട്ടികൾ എനിക്ക് 2 വോട്ട് ചെയ്ത പാരമ്പര്യമുള്ള ഇടുക്കിയാണ്. അതുകൊണ്ട് ഇടുക്കി ചിഹ്നത്തെക്കുറിച്ച് എനിക്കൊരാശങ്കയും ആ കാര്യത്തിലില്ല. ഇടതു മുന്നണിക്ക് 42,000 മുതൽ 50,000 അടിസ്ഥാന വോട്ടുകൾ ഇടുക്കിയിലുണ്ട്. റോഷി അഗസ്റ്റിന് വ്യക്തിപരമായി 10,000 വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിഞ്ഞാൽ 6ാം വിജയത്തിലേക്കുള്ള വഴി തുറക്കും. ജയസാധ്യതയില്ലെങ്കിലും ഇരു മുന്നണികളുടെയും വിജയപരാജയങ്ങൾ നിർണ്ണയിക്കാൻ BDJS-ന് കഴിയും. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 27,000 വോട്ട് BDJS പിടിച്ചതാണ്. 2021 അത് 9,000 കൂപ്പുകുത്തി. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BDJS എത്ര വോട്ട് പിടിക്കും എന്നത് തീർച്ചയായിട്ടും നിർണായകമാണ്. ഇടുക്കിയിൽ നിന്ന് ജയനസ് രാജു, മാതൃഭൂമി ന്യൂസ്.